നമ്മുടെ അതിർത്തികളെല്ലാം സംരക്ഷിക്കുന്നത് BSFന്റെ ജവാന്മാരാണ്. ആയുധങ്ങൾ വെച്ചും ഉള്ളുവേലി കെട്ടിയുമൊക്കെയാണ് നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്നത്. പക്ഷേ ദൈർഘ്യമേറിയ അതിർത്തികൾ സംരക്ഷിക്കാൻ പലപ്പോഴും നമ്മൾ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗ്രാമീണരുടെ സഹായങ്ങളൊക്കെ തേടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഗ്രാമീണരുടെ സഹായമല്ല, അതുക്കും മേലെ ഒരു സഹായമാണ് ഇപ്പോൾ നമ്മുടെ BSF തേടിയിരിക്കുന്നത്. ഏതായാലും പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിലെ കാദിപ്പൂരിൽ BSF ഒരു പുതിയ പോരാളിയെ കളത്തിലിറക്കിയിരിക്കുന്നു. അത് തേനീച്ചകളാണ്. തേനീച്ചക്കൂടുകൾ അതിർത്തിയിലുടനീളം സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ അതിർത്തി കടന്ന് കള്ളന്മാർ ഈ ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ എത്താറുണ്ട്. അവിടെ ഉള്ള വസ്തുക്കൾ മോഷ്ടിച്ച് കടന്നു പോകാറുണ്ട്. ഇത് ഈ വേലിക്ക് അടിയിലൂടെ മറ്റും ഊർന്നിറങ്ങുന്ന കുട്ടികളും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ഉള്ളവരൊക്കെയാണ് ഇത്തരത്തിൽ വരുന്നത്. ഇത്തരത്തിൽ കന്നുകാലി കടത്തൊക്കെ രൂക്ഷമായതോടുകൂടി ഇരു ഭാഗത്തുമുള്ള ഗ്രാമീണർ തമ്മിൽ സംഘർഷവും ഈ അതിർത്തികളിൽ പതിവാണ്. അത്തരത്തിലുള്ള കള്ളന്മാരെ ഓടിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ തേനീച്ചകൾ. കാരണം ഈ വേലിയിൽ തൊട്ടാൽ ഉടൻ തന്നെ ഈ വേലിയിൽ തൂക്കിയിട്ടിരിക്കുന്ന തേനീച്ചക്കൂടുകൾ ഇളകുകയും ഈ തേനീച്ചകൾ വരുന്നവരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഇത് മുമ്പ് പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യം കൂടിയാണ്. ഈ തേനീച്ചകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായി പിന്നീട് ഒരുപാട് ദൂരം ഓടി അവർക്ക് അകലേണ്ടതായും വരും. കാരണം ഈ അതിർത്തി കടന്ന് വരുന്ന ഈ പ്രായപൂർത്തിയാകാത്തവരടക്കമുള്ള കുട്ടികളെയും മറ്റുമൊക്കെ വെടിവെച്ചിടുക ദുഷ്കരമാണ്. പകരം അവരെ പിടികൂടുകയാണ് ചെയ്യുന്നത്. പിടികൂടി അവരെ ഇവിടെ അധികം നാൾ ജയിലിൽ പാർപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെ കുറച്ച് കഴിയുമ്പോൾ അവരെ തുറന്ന് വിടുകയുമൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവരൊരിക്കലും ഈ കള്ളന്മാർ ചെറിയ ഗ്യാപ്പിലൂടെ അകത്തേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിർത്തിയിലുടനീളം ഈ തേനീച്ചക്കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക്, കാരണം നമ്മുടെ BSFന് 4096 കിലോമീറ്റർ വരുന്ന ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ ഉടനീളം നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ അതിർത്തിയിടലിലോ ചില ചെറിയ പ്രദേശങ്ങൾ, കാരണം ഭീകരരും മറ്റും ഇത്തരത്തിലല്ല നുഴഞ്ഞുകയറ്റം നടത്തുന്നത്. ഇത് ഈ അതിർത്തികളിലുള്ളവർ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കന്നുകാലികളെയും മറ്റുമൊക്കെ മേയ്ക്കാനും മറ്റും പോകുന്നവരുണ്ട്. അത്തരത്തിൽ ചില അതിർത്തികൾ തുറന്ന് കിടപ്പുണ്ട്. അതായത് BSFൻ്റെയും മറ്റുമൊക്കെ ശ്രദ്ധ തന്നെ നിരീക്ഷണം സംവിധാനങ്ങൾ ഉള്ളിടം തന്നെയാണ്. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള കള്ളന്മാർ നുഴഞ്ഞു കയറി വീട്ടുസാധനങ്ങളും മറ്റും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് തടയാൻ വേണ്ടി കൂടിയാണ് അതിർത്തി രക്ഷാസേന ഇപ്പോൾ അതിർത്തിയിലുടനീളം ഈ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.